ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള DTPCയുടെ സീ വ്യൂ പാത്ത് വേ ആണ് കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്, കുട്ടികൾക്ക് 10 രൂപ. DTPC പൈസ ഉണ്ടാക്കുകയാണ്. ഇത് അതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഇത് സീ വ്യൂ പാത്ത് വേ. എല്ലാവർക്കും വരാം, വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാം. ഇവിടെയും കാശ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. എല്ലാം പോകുന്ന സർക്കാർ ഖജനാവിലേക്ക് തന്നെയല്ലേ. അറബിക്കടലിൻ്റെ സൗന്ദര്യം കേട്ടോ. അങ്ങ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ പയ്യാമ്പലം ബീച്ചിലെ ആ പുലിമുട്ട്, നമ്മുടെ സേതു, രാമസേതു ബ്രിഡ്ജ്. ഇതുകൊണ്ട് അവിടെ കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാവരും നോക്കി കാണുക. ഇവനെന്ത് ഭ്രാന്തനാണ് ഇവിടെ വന്ന് ഇരിക്കാണ്ട്. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് ഒരു വിഷയമുള്ള കാര്യമില്ല. ഹായ് ക്യൂട്ടി. ഞാൻ ഒറ്റയ്ക്കാണ്. ക്യൂട്ടി അല്ല കേട്ടോ, മീശയൊക്കെയാണ്. ക്യൂട്ടനാണ്. അങ്ങാ കാണുന്നതാണ് നമ്മുടെ പയ്യാമ്പലി ബീച്ച്. പയ്യാമ്പലി ബീച്ചിലെ പുലിമുട്ട്. അതിനപ്പുറത്താണ് ബീച്ച്. നമ്മുടെ ക്യൂട്ടൻ ആൻഡ് സീ വേ പാത്ത് വേ, സീ വ്യൂ പാത്ത് വേ, സീ വേ അല്ല, സീ വ്യൂ പാത്ത് വേ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ സീ വ്യൂ പാത്ത് വേ. എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. എൻ്റെ കൂട്ടുകാരി ഇവിടെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ കേട്ടോ. ഇനി എൻ്റെ ലവറിനെ നിങ്ങൾ കണ്ടില്ല എന്ന് പറയണ്ടത്. എവിടെ ഇരുന്നു? നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ, പയ്യാമ്പലം ബീച്ചല്ല കേട്ടോ, നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ ഇത്. കണ്ണൂർ ലൈറ്റ് ഹൗസും പുറകിൽ കണ്ണൂർ ലൈറ്റ് ഹൗസും ഞാൻ, എൻ്റെ കൂട്ടുകാരി, എൻ്റെ ലവർ, എൻ്റെ പാർട്ട്ണർ, മേ ബി ഇൻ ഫ്യൂച്ചർ. അല്ലടി, ഹലോ. നിനക്ക് പേരില്ലാത്തതുകൊണ്ട് തലക്കാലം എന്തെങ്കിലുമൊക്കെ വിളിക്കാം. നിങ്ങളെന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ അതായിരിക്കും ബെറ്റർ. ജീവനില്ലാത്ത സാധനമുണ്ട്. ജീവനില്ലാത്ത സാധനമായതുകൊണ്ട് ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത്. ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭ്രാന്താണെന്ന് പറഞ്ഞു. എന്താണ് നിന്നോട് മാത്രം എല്ലാവരും സംസാരിക്കുന്നേ? ഞാൻ കറുത്തിരിക്കുന്നുണ്ടോ? അതോ നീ ഒന്നും സംസാരിക്കാത്തതുകൊണ്ടോ? ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നീ ഒറ്റയ്ക്ക് ഇരുന്നു, ഞാൻ പോകണം. ഓക്കെ, ബൈ ബൈ, ഗുഡ് ലക്ക്. നല്ല കാഴ്ചപ്പാടാണ് കേട്ടോ. ബീച്ചല്ല, നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ, സീ വ്യൂ പോയിൻ്റ് അടുത്തായിട്ട് ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെ ചെയ്തു വയ്ക്കുന്നത് നല്ല കാര്യമാണ്. ഇച്ചിരി തമാശയൊക്കെ ആവാലോ. ഇത് ആക്ച്വലി ചന്ദനമല്ലേ മക്കളെ? ചന്ദനമല്ലേ ആണെന്ന് തോന്നുന്നു. അതെ, കുട്ടികളുടെ പാർക്കാണെന്ന് ഞാൻ കരുതിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കയറി ഊഞ്ഞാലടുന്ന് വലിയ ആളുകളാണ് കേട്ടോ. ഹായ്. ആ പാറയൊക്കെ വേണ്ട, അതൊക്കെ പോയാൽ തീർന്നു കേട്ടാ. കാലൊന്ന് തെറ്റിയാ തീർന്നു. ആ തിരമല വന്ന് അടിക്കുന്ന കേട്ടാ. എന്താ പൊന്നെ. കുട്ടികളുടെ സ്ഥാനത്ത് വലിയ കിളവിമാർ വരുന്നു ഊഞ്ഞാലാട്. ഊണ്ടേടി കാണാൻ തോന്നുന്നു. ഹിന്ദിക്കാരാണോ? പുറകിലുള്ളത് ഹിന്ദിക്കാരൻ, മുമ്പിലുള്ളത് മലയാളി. മലയാളി നമ്മളെ ചൂണ്ടയിട് കാണാം കേട്ടോ. ഇവരെങ്ങനെ അവിടെ ഇറങ്ങിയേ? വലിയ പാറയുടെ അടുത്ത്. അവരൊക്കെ പക്ഷേ ഇവിടെ ജനിച്ച് വളർന്ന ആളുകളായിരിക്കും കേട്ടോ. അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ഈ ഭാഗത്തൊക്കെ. അത് കൃത്യമായിട്ട് അറിയാം. ഹിന്ദിക്കാരല്ല കേട്ടോ, നമ്മൾ മലയാളികൾ തന്നെയാണ്. അവരുടെ വേഷം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ തോന്നി. ഹിന്ദിക്കാരല്ല, മലയാളികൾ തന്നെയാണ്. ചൂണ്ടയിട് കാണാം കേട്ടോ.
ഇതേ നമ്മുടെ ലൈറ്റ് ഹൗസ്. എടി ഹേയ്, നിന്റെ പിണക്കം മാറിയില്ലേ? ഇങ്ങനെ പിണങ്ങിയിരുന്നാലേ ഞാൻ മിണ്ടല്ലോ കേട്ടോ. ഞാൻ പോവാണ്. നീ അങ്ങനെ തന്നെ ഇരുന്നോ, പാറ പോലെ അങ്ങനെ തന്നെ ഇരുന്നോ. ഞാൻ പോവാണേ. ഇനി എന്നെ വിളിച്ചേക്കരുത്.